നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മളിന്നൊരു യാത്രയാണ്. മനോഹരമായ ഒരു സൂര്യാസ്തമയമൊക്കെ ഇങ്ങനെ കിഴക്കൻ ചക്രവാളത്തിൽ കണ്ടുള്ള യാത്രയാണ്. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? അത് മനോഹരമായ ഒരു താഴ്വരയിലേക്കാണ്, അല്ല ചോലയിലേക്കാണ്, അല്ല നമ്മളൊരു കുന്നിൻ്റെ മുകളിലേക്കാണ് കേട്ടോ. എന്താണ് ആ കുന്നിൻ്റെ പ്രത്യേകത? ആ കുന്നിൻ്റെ മുകളിൽ ഇല വീഴാത്ത ഒരു പൂഞ്ചോലയുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ നമ്മൾ മനോഹരമായ അടിപൊളി റോഡ്, അത്ര മനോഹരമായ റോഡിലൂടെയാണ് ഇന്നത്തെ യാത്ര. ആ റോഡിലൂടെ യാത്ര ചെയ്ത് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുകയാണ്. ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകണം കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ നടന്നു പോകാം, അല്ലെങ്കിൽ നമുക്ക് ജീപ്പിലും പോകാൻ സാധിക്കും. അതെന്താണ് സ്ഥലം? അതൊരു മുനിയറയാണ്. മുനിയറ എന്ന് പറഞ്ഞാൽ അറിയാമോ? മുനി ഇതിൻ്റെ മുഖത്ത് തപസ് ചെയ്ത സ്ഥലമാണ്. ഇതിനകത്ത് വെള്ളമുണ്ട്, ഇരിക്കാനുള്ള സ്ഥലമുണ്ട്, ആഹാരമൊക്കെ ഉണ്ടായിരുന്നു, മുനിക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ മേളിൽ കിടപ്പുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വീണ്ടും തിരിച്ച് പോവുകയാണ് ഇലവീഴ പൂഞ്ചിറയിലേക്ക്. ഇലവീഴ പൂഞ്ചിറയിലെ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴാണ് നമുക്ക് കാഴ്ചകൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നത്. അവിടെ നമുക്ക് KSRTC ഒക്കെ കാണാൻ സാധിക്കും. ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വണ്ടികൾ, ഇത് കിളിമാനൂരിൽ നിന്നുള്ള വണ്ടിയാണ്. അതുപോലെ കൊട്ടാരക്കരയിൽ നിന്നും കൊല്ലത്ത് നിന്നും അങ്ങനെ എല്ലാ സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ട് വണ്ടിയുണ്ട്. ഞായറാഴ്ചകളിലും അതിൻ്റെ ടൈം ടേബിൾ നോക്കിയാൽ അറിയാൻ സാധിക്കും. അത് ഇലവീഴ പൂഞ്ചിറയിലൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് പോകാൻ പറ്റുന്നതാണ്. യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യാത്രികരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ KSRTCയുടെ ഈ ഒരു പ്രോഗ്രാം അല്ലേ. ഒരുപാട് യാത്രികർക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്, പോകാൻ വഴിയില്ല, വണ്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളതിന് സഹായിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നടന്ന് കയറിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്ററോളം നടക്കാനുണ്ട്. നടന്ന് വേണമെങ്കിൽ ഇപ്പം ഇതുപോലെ ജീപ്പിലും പോകുന്നവരുണ്ട്, ജീപ്പിലും പോകാം. നമ്മൾ നടക്കുവാണ്, ആഞ്ഞ് വെച്ച് നടക്കുകയാണ്. നമുക്കിതൊക്കെ ചെറുത്, ഇതിലും വലുതൊക്കെ നടന്ന് കയറിയിരിക്കുന്നു. ഇങ്ങനെ ഇലവീഴ പൂഞ്ചിറയിലെ അങ്ങ് ദൂരെ ഒരു കുരിശ് കാണുന്നുണ്ട്. കോട ഇങ്ങനെ ഇറങ്ങി വരുന്നു, കോട ഇറങ്ങി വരുന്നു, ഇവിടുന്ന് ജീപ്പ് ഇറങ്ങി വരുന്നു. അവിടെ സൂര്യൻ അസ്തമിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. നമ്മൾ ഈ ഒരു മനോഹര സമയത്താണ് ഈ ഇലവീഴ പൂഞ്ചിറയിലെത്തുന്നത്. നമ്മൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് നടന്ന് കയറുകയാണ്. ഇതിലൂടെ ഓഫ് റോഡ് വണ്ടികൾ പോയി 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 റോഡ് മുഴുവൻ നശിച്ച് കിടക്കുക. നമുക്ക് വേണമെങ്കിൽ ഓഫ് റോഡ് വണ്ടി വരാം. ഓഫ് റോഡ് വണ്ടി വന്നാൽ അതിൻ്റെ ഒരു ഫീൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വേണ്ടെന്ന് വെച്ചു. അല്ല, കാശില്ലാണ്ടല്ല. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ജീപ്പുകാരൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഈ ജീപ്പുകാരൻ കുഴപ്പമില്ല കേട്ടോ, ഈ പുള്ളി ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. ആ സൂര്യനെ നോക്കെ നമ്മളതിൻ്റെ മുകളിൽ വന്നപ്പോൾ 360 ഡിഗ്രി നമുക്ക് കാണാൻ സാധിക്കും, ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. മുകളിൽ എത്തിയിട്ടില്ല, എന്നിട്ടാണ് കേട്ടോ. ഇവിടെ വരെ വണ്ടികൾ വരും, ജീപ്പുകൾ. ഇവിടുന്ന് അങ്ങോട്ട് ജീപ്പുകൾക്ക് പോകാൻ പറ്റില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി ഇനി കയറ്റി വിടില്ല എന്ന്. അങ്ങനെ നമ്മൾ കയറി വന്ന മനോഹരമായ ഈ ഒരു സ്ഥലം, താഴെ കണ്ടോ ഒരു ലേക്ക്, അടിപൊളി. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, ഇടി ചെറുതായിട്ട് വെട്ടുന്നുണ്ട്. ഇലവീഴ പൂഞ്ചിറ ചിലപ്പോൾ ഇല്ല കാണുന്നതായിരിക്കും കേട്ടോ. ഇലവീഴ പൂഞ്ചിറ ലേക്കാണ് കാണുന്നത്, ചിലപ്പോൾ ഇല വീഴാത്ത പൂഞ്ചിറ അതായിരിക്കും അല്ലേ. ഇവിടെ നല്ല കാറ്റും കോട ഉണ്ടായിരുന്നു, ആ കോടയൊക്കെ മാറി മനോഹരമായിട്ട് നല്ലൊരു തണുത്ത അന്തരീക്ഷത്തിലേക്ക് മാറി. കാഴ്ചകൾ അവസാനിക്കുന്നില്ലല്ലോ. ഇവിടെ വരെ ഒരു ജീപ്പ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ കയറി അങ്ങനെ നമ്മളിങ്ങനെ മുകളിലേക്ക് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ ചെന്നിട്ട് വേണം ഇതിൻ്റെ വ്യൂ പോയിൻ്റ് എന്നൊക്കെ പറയാൻ. പോളാം, നോക്കാം. അങ്ങനെ ഇങ്ങനെ കയറിപ്പോയി ഇറങ്ങി വരുന്നുണ്ട്. സൈഡിലോട്ട് നോക്കിയാൽ മലങ്കര ഡാം നമുക്ക് ഇങ്ങനെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. മലങ്കര ഡാമിൻ്റെ ആ ഒരു വൃഷ്ടിപ്രദേശം. അങ്ങനെ നടന്ന് നമ്മൾ ടോപ്പ് സ്റ്റേഷൻ്റെ അടുത്ത് വരെ എത്താനാകുന്നു. ഇങ്ങനെ വിദൂരതയിൽ കൂടെ ഉള്ള റോഡ് കണ്ടോ, മനോഹരമായിട്ട് റോഡ് പണിഞ്ഞിട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത. 9 വർഷം കൊണ്ട് പിണറായി വിജയൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്കൊക്കെ ഉള്ള മറുപടിയാണ് കേട്ടോ. അടിപൊളി റോഡുകളാണ് കേരളം മുഴുവൻ ഉള്ളത്. ഇതും ഞങ്ങളുടെ മറ്റേ സാറ് ചെയ്തതാണെന്ന് പറയല്ലേ ഇനി. അങ്ങനെ നടന്ന് നമ്മളിങ്ങനെ മുകളിലേക്ക് പോവാണ്. അയ്യോ, നടന്ന് മുകളിലേക്കെത്തി. അങ്ങനെ ഇലവീഴ പൂഞ്ചിറയുടെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ.
ഇവിടെ പോലീസ് വയർലെസ് സ്റ്റേഷനുണ്ട്. ഇത് മേളി കോട കയറുന്നുണ്ട്. പോലീസ് വയർലെസ് സ്റ്റേഷനാണ് ഇവിടെ. ഇതിനകത്താണ് പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷൻ. ഇവിടെ എപ്പോഴും ആളൊക്കെ ഉണ്ട്. നമ്മുടെ ഇളവീഴ പൂഞ്ചിറ സിനിമയ്ക്കകത്ത് ഈ വയർലെസ് സ്റ്റേഷനിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയുടെ മുകളിൽ ഇങ്ങനെ നോക്കുകയാണ്. മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇലവീഴ പൂഞ്ചിറ സിനിമയ്ക്കകത്ത് ഈ സ്റ്റേഷൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ കോട കയറി വരുന്നുണ്ട്. ഇവിടെ ഇരുന്നാൽ എന്ത് കാണാൻ സാധിക്കും? ഇവിടെ ഇരുന്ന് ഒന്നും കാണാൻ സാധിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. മലങ്കര ഡാം കാണാൻ സാധിക്കും, തൊടുപുഴ കാണാൻ സാധിക്കും, ആനമുടി കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ അത്ര മനോഹരമാണ്. പിന്നെ ഇവിടുത്തെ വേറെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടയാണ്. കോട മാത്രമല്ല കേട്ടോ, കാർമേഘങ്ങളുമുണ്ട്. കാർമേഘങ്ങൾ മഴയത്ത് നമ്മുടെ ശരീരത്ത് വന്ന് മഴ പെയ്തു തുടങ്ങുന്നത് അത് വളരെ രസമുള്ള കാഴ്ചയല്ലേ? അതങ്ങനെയാണ്. കാർമേഘങ്ങൾ നമ്മുടെ ശരീരത്തേക്ക് വെള്ളം ഇങ്ങനെ കൊണ്ട് നമ്മുടെ ശരീരത്ത് വെച്ച് തരുന്നത് പോലെയൊക്കെയാണ്. അത് മനോഹരമായൊരു കാഴ്ചയാണ്. ഇതുപോലെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഇടിയൊക്കെ അവിടെ പെട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ആളുകൾ ഇറങ്ങി ഓടുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ പഴയ ഒരു സിനിമയുണ്ടല്ലോ ഇലവീഴ പൂഞ്ചിറ, അതിനകത്ത് ഇവിടെ വെച്ച് ഇടിവേറ്റ ഒരുപാട് പേര് മരിക്കുന്നതായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. അത് ഉള്ളതാണോ ചുമ്മാ സിനിമയുടെ കഥയാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അതുകൊണ്ട് ഇവിടെ ഇടിയൊക്കെ പെട്ടുമ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി ഓടുകയാണ്. പിന്നെ ഞാൻ ഇറങ്ങിയ എല്ലാ സ്ഥലവും കാണുന്നു ഈന്തപ്പഴത്തിൻ്റെ ഒരുപാട് തൈകളും ചെടികളും ഉണ്ട് കേട്ടോ. ഇത് മലമുകളിൽ, കേരളത്തിൻ്റെ എല്ലാ മലകളുടെ മുകളിൽ പോയാലും നമുക്കിതുപോലുള്ള ഈന്തപ്പഴത്തെ കാണാൻ സാധിക്കും. അത് കായും ഉണ്ട്. കായുള്ളപ്പം കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ അതിൻ്റെ അറ്റത്ത് പോയിരിക്കുകയാണ്. ഇലവീഴ പൂഞ്ചിറയുടെ ഏറ്റവും അങ്ങേയറ്റം. വളരെ സന്തോഷമായിട്ട് ഒരുപാട് പേര് അവിടെ ഇരുന്ന് സായാഹ്നമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ഞാൻ ഞായറാഴ്ച വന്നതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. KSRTC ബസ്സുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അതൊക്കെ ഉള്ളൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. നമ്മൾ ചെന്ന സമയത്ത് ഇത് വന്നതുകൊണ്ട്. ബഡ്ജറ്റ് ടൂറിസത്തിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെങ്ങനെ പോകും, എന്തിനു പോകും എന്നൊക്കെ വിചാരിക്കുമ്പോൾ ചുമ്മാ വീട്ടിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡിൽ KSRTC പോയി ചോദിച്ചാൽ മതി, ചേട്ടാ അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന്. അതിനകത്ത് നിങ്ങളൊരു യാത്ര ചെയ്യുക. അങ്ങനെ അവിടെ ഒരുപാട് പേര് പാറപ്പുറത്തൊക്കെ ഇരുന്ന് കാറ്റൊക്കെ ആസ്വദിക്കുന്നുണ്ട്. മഴ വന്നത് മഴയങ്ങ് പോയി. പക്ഷേ അവിടുത്തെ ആ ഒരു വലിയ വൈബ് ഇപ്പോഴും അവിടെ തന്നെയുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് നേരത്തെ പറഞ്ഞ കായ കേട്ടോ. ഈ ഈന്തപ്പഴത്തിൻ്റെ കായാണ്. അത്ര മനോഹരമാണ്. ഈന്തപ്പഴക്കായകളൊക്കെ ഉണ്ട്. ഇത് പഴുത്ത കഴിക്കാനൊക്കെ കൊള്ളാം. എന്നാൽ മറ്റേ ഈന്തപ്പഴം ആണോ ഇതെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ആ ഈന്തപ്പഴത്തെ പോലെ തന്നെ ഒരു നല്ല കായാണിത്. അങ്ങനെ മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ അതൊക്കെയാണ് ഇവിടെ മുഴുവനായിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് തിരിച്ചിറങ്ങിപ്പോകാമെന്ന് വിചാരിക്കുമ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് കണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി വെച്ചിരുന്ന കാര്യങ്ങളാണ്. ഈ ഒരു ബോക്സ്, ഈ ബോക്സിനകത്തുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നതാണ്. ആ സെറ്റ് ഇപ്പോഴും അവിടെ അതുപോലെ തന്നെ ഉണ്ട്. ഒരുപാട് പേര് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് സിനിമ ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അത് അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ട്. ആ കല്ലൊന്ന് നോക്കട്ടെ. കല്ലിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇത് കല്ലല്ല, ഇത് സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഉണ്ടാക്കിയ പ്രത്യേകതരം കല്ലാണെന്ന്. അതും കൊള്ളാം. നമ്മളെല്ലാം വിചാരിക്കുന്നത് ഇതൊക്കെ ഒറിജിനൽ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. ഈ ഒരു സ്ഥലമൊക്കെ നമ്മൾ കണ്ടതായിട്ട്, സിനിമയിൽ കണ്ടതായിട്ട് നമുക്ക് തോന്നുന്നില്ലേ? യഥാർത്ഥ വയർലെസ് സ്റ്റേഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. പണ്ട് ചിലപ്പോൾ ഇതുപോലുള്ള വയർലെസ് സ്റ്റേഷനിലൊക്കെ ആയിരിക്കാം ഇരുന്നത് അല്ലേ? ചിലപ്പോൾ ആയിരിക്കാം, നമുക്കങ്ങനെയും തോന്നും. വണ്ടി കയറാൻ പറ്റത്തില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വണ്ടിയുടെ റിപ്പോർട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഇറങ്ങാനുള്ള പരിപാടിയിലൊക്കെയാണ്. വളരെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സന്തോഷത്തോടെ ഇറങ്ങാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വന്നാലും നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. കുറച്ച് നടന്ന് കയറണം എന്നുള്ളേ ഉള്ളൂ. കാശ് കൊടുത്താൽ പകുതി നടന്നാൽ മതി. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പോവുകയാണ്. പോകുന്ന വഴിക്ക് താഴോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. വേണേൽ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ടൊക്കെ പോകാം. മനോഹരമായ വേറൊരു കാഴ്ച. അങ്ങനെ നമ്മൾ ഇലവീഴ പൂഞ്ചിറയിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. നല്ല മനോഹരമായ ഇലവീഴ പൂഞ്ചിറ വഴികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.